പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. മുൻ MLA ഷാഫി പറമ്പിൽ വടകരയിൽ MP ആയി വിജയിച്ചതിനെ തുടർന്ന് ഒഴിവ് സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കഴിഞ്ഞ 13-ന് പ്രഖ്യാപിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് കൽപ്പാത്തി തേരുമായി ബന്ധപ്പെട്ട് 20-ലേക്ക് മാറ്റുകയായിരുന്നു. തീയതി മാറ്റിയതോടെ പ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയെങ്കിലും അവസാന ദിവസങ്ങളിലും മുന്നണികളും സ്ഥാനാർത്ഥികളും ഓട്ടത്തിൽ തന്നെയാണ്. എങ്ങനെയും തങ്ങളുടെ വോട്ടുകൾ ചോരാതെ പരമാവധി സ്വരൂപിക്കുവാനാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. മാറി മാറി ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളും വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടേത്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയമൊന്നും മണ്ഡലത്തിൽ വലുതായി ചർച്ച ചെയ്യുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ മണ്ഡലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ മികവും പ്രാദേശിക വിഷയങ്ങളും അപ്പോഴപ്പോഴുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രം. അപ്പോഴും തങ്ങളുടെ അനുകൂല ഘടകങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴിപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. റോഡ് ഷോ, ബൈക്ക് റാലി, ഫ്ലാഷ് മോബ്, സ്വീകരണ യോഗങ്ങൾ, അവസാനഘട്ട ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അവസാന ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 19-ന് നിശബ്ദ പ്രചാരണ ദിവസം സംഘടനാ സാമുദായിക നേതാക്കളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് മുന്നണികളുടെ തീരുമാനം. ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്ന് സ്ഥാനാർത്ഥിയായതോടെ പോരുമുറുകി. മണ്ഡലം നിലനിർത്താൻ UDF-ഉം പിടിച്ചെടുക്കാൻ LDF-ഉം NDA-യും പരമാവധി ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതിനിടെ കള്ളപ്പണ ആരോപണങ്ങളും വിവാദമായി. കൂടുതൽ വിവാദങ്ങളിൽപ്പെടാതെ കരുതലോടെ നടക്കാനും സ്ഥാനാർത്ഥികളും നേതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ പാർട്ടികൾക്കും അവരുടെ വിജയത്തെക്കുറിച്ച് പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളുമുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ ജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. മികച്ച യുവ സ്ഥാനാർത്ഥി എന്നതാണ് പ്രചാരണത്തിലെ ഹൈലൈറ്റ്. 10 വർഷം MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ഷാഫിയുടെയും VK ശ്രീകണ്ഠൻ MPയുടെയും മണ്ഡലത്തിലെ ജനപ്രീതിയും സ്വാധീനവും വോട്ടാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. മണ്ഡല പുനർനിർണയത്തിന് ശേഷം പാലക്കാട് UDF-ന്റെ ജയത്തുടർച്ചയും പ്രതീക്ഷ നൽകുന്നു. LDF ഉയർത്തിക്കൊണ്ടുവന്ന പല വിവാദങ്ങളും ഒടുവിൽ തങ്ങൾക്ക് അനുകൂലമായെന്നും പ്രതീക്ഷയുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പൂർത്തിയാകാത്ത പദ്ധതികൾ ഉൾപ്പെടെ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വികസന മുരടിപ്പും ചർച്ചയാകുന്നുണ്ട്. സ്ഥാനാർത്ഥി പി സരിന്റെ അക്കാദമിക് മികവും സിവിൽ സർവീസ് നേട്ടവും മുന്നണി വ്യത്യാസമില്ലാതെ ഒരു വിഭാഗം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ സജീവമായിരുന്ന സരിൻ LDF സ്ഥാനാർത്ഥിയായി വന്നതോടെ കോൺഗ്രസിനുള്ളിൽ കലാപക്കൊടി ഉയർത്തിയവരിൽ പലരുടെയും വോട്ടുകളും പിന്തുണയും ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന കണക്കുകൂട്ടലും അവർക്കുണ്ട്. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് AK ഷാനിബ് സരിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. രാഹുലിനോടും ഷാഫിയോടും എതിർപ്പുള്ളവർ കൃത്യമായി കോൺഗ്രസ് വോട്ടുകളെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുമെന്ന് LDF ക്യാമ്പ് കരുതുന്നു. NDA-യും പ്രതീക്ഷ കൈവിടാതെയാണ് ഇലക്ഷനെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരന് കിട്ടിയ നിഷ്പക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് LDF. ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDF-ലെ അസംതൃപ്തരുടെ മനസ്സ് അനുകൂലമാകുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരൻ എന്ന ഇമേജിലാണ് NDA പ്രതീക്ഷ വെക്കുന്നത്. പരിചിതനായ സ്ഥാനാർത്ഥി എന്നതും മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിലെ C കൃഷ്ണകുമാറിന്റെ പ്രവർത്തനവും നേട്ടമാകുമെന്ന് കരുതുന്നു. നഗരസഭയിൽ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. BJP-ക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ളയിടമാണ് പാലക്കാട്. ഇത് പ്രയോജനപ്പെടുത്തി വീടുകളിൽ നേരിട്ടെത്തി പരമാവധി വോട്ട് സമാഹരിക്കാനാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പോലുള്ള കേന്ദ്ര പ്രഖ്യാപനങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്.